കഴിഞ്ഞ വർഷം വിഷുവിന് ഇട്ടിരിക്കുന്ന ഒരു വൈറ്റ് കളർ ഷർട്ടിൽ മ്യൂറൽ ചെയ്തിരിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള ഷർട്ടാണ്. രജനി ആന്റിയുടെ ബ്രദർ പോലെ ഒരാളാണ് സുരേഷ് ഗോപി സാറ്. അപ്പം ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. രജനി ആന്റിയാണ് കൊടുത്തിട്ടുള്ളത്. രജനി ആന്റി ത്രൂ ആണ് അത് കൊടുത്തത്. നമസ്കാരം സ്മീറ അജിത്ത്. നമസ്കാരം. തൃശ്ശൂരിലെ നിയുക്ത എം പി സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വൈറലായതാണ് 2 ദിവസം മുമ്പ് തൃശ്ശൂരിൽ വന്നപ്പോൾ സുരേഷ് ഗോപി ഇട്ട ഒരു ഉടുപ്പിന്റെ കഥ. 2 ദിവസം മുമ്പ് ഒരു മാധ്യമം എന്നുള്ള പറഞ്ഞിരുന്നു ഒരു രജനി ചേച്ചി തന്ന ഉടുപ്പാണ്. പക്ഷെ ആ ഉടുപ്പിൽ പിന്നെ വേറെയും സ്മീറയുടെ കൈകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം? അത് ആക്ച്വലി ഞാനാണ് പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. അത് രജനി ആന്റി ത്രൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. രജനി ആന്റിന്റെ ബെസ്റ്റ് ഒരു ഫ്രണ്ട് ആണ് സുരേഷ് ഗോപി സാറ്. അപ്പം രജനി ആന്റിയുടെ ബ്രദർ പോലെ ഒരാളാണ് സുരേഷ് ഗോപി സാറ്. അപ്പം ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. രജനി ആന്റിയാണ് കൊടുത്തിട്ടുള്ളത്. രജനി ആന്റി ത്രൂ ആണ് അത് കൊടുത്തത്. ഇതിനു മുമ്പ് സുരേഷ് ഇതുപോലെ ഷർട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിഷുവിന് ഇട്ടിരിക്കുന്ന ഒരു വൈറ്റ് കളർ ഷർട്ടിൽ മ്യൂറൽ ചെയ്തിരിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള ഷർട്ടാണ്. അല്ല, ഈ ഷർട്ട് അന്ന് വിജയ ദിവസം ഇടുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? അത് രജനി ആന്റി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നു വിജയിച്ചു വരുന്ന സമയത്ത് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് രജനി ആന്റി കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയുണ്ടായി വടക്കുന്നാഥൻ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഞാൻ ഇടാനായിട്ട് മാറ്റി വെച്ചതാണ്. അത് രണ്ടും കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ ഷർട്ട് ഇട്ട് വിജയ ദിവസം ടിവിയിലെല്ലാം ഷർട്ട് കണ്ടപ്പോൾ ഇത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു? അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഷർട്ട് ഇട്ടു എന്നുള്ളത്. ഞാൻ അന്നത്തെ ദിവസം നോക്കിയപ്പോൾ അദ്ദേഹം മറ്റേതൊരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിറ്റേ ദിവസം ശരിക്കും ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ പോലെയുള്ള ചെറിയ ഒരു വുമൺ ഓൺട്രപ്രണർ ഒരു അത്രയും നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു വർക്കല്ലേ. അത് കാരണം കൊണ്ട് ഒരുപാട് സന്തോഷമായി. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നത് താങ്കൾ തൃശ്ശൂരുള്ള ഒരു ആളാണല്ലോ. സത്യം പറഞ്ഞ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പൊ ഇനിയും ഈ ഷർട്ട് ഇട്ട് കണ്ടപ്പോൾ സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുന്നത് തന്നെ. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അതിലൊക്കെ നമുക്ക് എന്താ പറയാ അത്രയും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഒരു സാധനം ഒരു അംഗീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. അത്രയും സന്തോഷമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഡിസൈൻ അതിൽ ആ ഉടുപ്പിലെ ഡിസൈൻ ഉണ്ട്, അത് സുരേഷിനെ ഈ രജനി ആന്റി പറഞ്ഞതാണോ അതോ താങ്കൾ സ്വന്തമായിട്ട് ചെയ്തതാണോ? എന്റെ ഇഷ്ടത്തിന് ഞാൻ ജസ്റ്റ് ഒരു ഗൂഗിളിൽ ഒരു ഫോട്ടോ ഒരു ഖജുറാഹുവിന്റെ ഒരു പെയിന്റിങ് കണ്ടിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തതാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച്. കാരണം അദ്ദേഹം എല്ലാത്തിലും കേരള മ്യൂറൽ ഇട്ടിട്ടാണ് കാണാറുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ട് ഒരു ഖജുറാഹു പെയിന്റിംഗ് എന്നുള്ള രീതിക്ക് ചെയ്തതാണ്. ഇനി സ്ഥിരം സുരേഷിന്റെ ഓർഡർ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അങ്ങനെയില്ല, ആൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണല്ലോ കേരള മ്യൂറൽ എന്ന് പറയുന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ ഓർഡർ കിട്ടുവാണെങ്കിൽ എന്തായാലും തീർച്ചയായും ചെയ്തു കൊടുക്കും. സുരേഷിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ താങ്കൾ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സുരേഷിനെ അറിയാമോ താങ്കളാണ് ഈ ഉടുപ്പ് ഡിസൈൻ ചെയ്യുന്ന അറിയുന്നുണ്ടായിരിക്കും. കാരണം ആന്റി എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് ചെയ്ത ഒരു ഉടുപ്പുണ്ടല്ലോ, ഒരു വിഷുവിന് ഇട്ടുന്നതാണെന്ന് പറയാനുള്ളൂ, അതും ഈ ആന്റി തന്നെ ഡിസൈൻ ചെയ്ത് പറഞ്ഞാണോ? അതെ, ആന്റി പറഞ്ഞിട്ട് ഞാൻ വരച്ചൊരു വർക്ക് കണ്ടിട്ട് ആന്റിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ ആന്റി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഷർട്ടാണ് സാറിനത്. അത് ആള് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാല് ആളുടെ ഈ അടുത്ത് മോളുടെ എൻഗേജ്മെന്റിന്റെ സമയത്തും അദ്ദേഹം ആ ഷർട്ട് തന്നെ ഇട്ടിട്ടാ കണ്ടിട്ടുള്ളത്. അപ്പം സുരേഷിനെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും എന്തായാലും കാണാനുള്ള അവസരം ആന്റി ഉണ്ടാക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.